നമസ്കാരം. പാരലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്തി. സംസ്ഥാന ഗവർണർ മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനല്ല, രാഷ്ട്രപതിയുടെ പ്രതിപുരുഷനാണ്. സംസ്ഥാനങ്ങളുടെ ചുമതല രാഷ്ട്രപതി ഭരണ സംവിധാനത്തിനായിട്ട് സൗകര്യത്തിനായിട്ട് ചുമതല ഏൽപ്പിക്കുന്ന ഭരണഘടനാപരമായ പദവിയാണ് ലോക്ഭവനിലിരിക്കുന്ന ഗവർണർ. അതത് സംസ്ഥാനങ്ങളിൽ, ഇനി കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണറാണ്, പ്രത്യേക അധികാരങ്ങളുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ദില്ലിയിലടക്കം ഗവർണറാണ് അല്ലേ? അതെ. ഇവിടെയും കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ബംഗാളിലും ഒക്കെ ഗവർണർമാരാണ്. ഇവരെല്ലാം ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ശമ്പളക്കാരല്ല അല്ലേ? അതെ. അതുകൊണ്ട് ഗവർണർക്ക് സംസ്ഥാനത്തിൻ്റെ അധിപനാണ്. നമ്മുടെ ഏത് സർക്കാർ ഉത്തരവായാലും ഓൺ ബിഹാഫ് ഓഫ് ഗവർണർ അല്ലേ? അതാണ്. അല്ലാതെ ഓൺ ബിഹാഫ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് എന്നല്ല, ഗവർണർ. അതിനാണ് ഭരണഘടനാ സാധുതയുള്ളത്. അത്തരമൊരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് സംസ്ഥാന DGPയെ വിളിച്ചു വരുത്താൻ അധികാരം ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പോലും പറയും ഉണ്ടല്ലോ എന്ന് പറയും. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം. അത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതെ അതെ. അങ്ങനെ പറയുന്നവർ വെറുതെ എന്ത് അധികാരത്തിലാണ് ഗവർണർ DGPയെ വിളിച്ചു വരുത്തിയത്, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയത്, അല്ലെങ്കിൽ റവന്യൂ സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയത്? ഗവർണർക്ക് അധികാരമുണ്ട്, കാര്യങ്ങൾ അറിയണ്ടേ? വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അറിയാൻ ഗവർണറിന് സെക്രട്ടേറിയറ്റിൽ മന്ത്രിയും മന്ത്രിമാരെയും കാണുന്നതിന് 3 to 5 മണി വരെ വൈകിട്ട് സമയം അനുവദിച്ചിട്ടുണ്ട് സാധാരണ നിലയ്ക്ക്. ഇപ്പോൾ ഗവർണർ സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് ഈ വിസിറ്റേഴ്സ് ടോക്കൺ എടുത്ത് അവിടെ വെയിറ്റ് ചെയ്യണോ? അതാണോ പതിവ്? പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ പോയി കാണുകയാണോ? രാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ വസതിയിലോ വന്ന് കാണുകയാണോ പതിവ്? അല്ലല്ല. അതിനൊക്കെ ഒരുപാട് കീഴ്വഴക്കങ്ങളുണ്ട്. ഇത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമല്ലേ? ഭരണഘടന എഴുതി വച്ചിരിക്കുന്നത് അംബേദ്കർ അടക്കം ഉള്ള ഒരു കൂട്ടം മഹാരഥന്മാർ ഭരണഘടന എഴുതി വെച്ചത് വെറുതെ ഒന്നുമില്ലല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്നില്ലല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഗവർണർ തിരിച്ച് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഗവർണർ ചുമ്മാ തരുന്ന ഗവർണറെ ചുണ്ണാമ്പ് തേച്ചു എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി അതിശക്തി കൂടി പോകും അല്ലേ? ചുമ്മാതിരിക്കും. അതായത് ചുമ്മാതല്ല, അദ്ദേഹത്തിൻ്റെ ജോലി നോക്കി ലോക് ഭവനിൽ മര്യാദയ്ക്ക് ഇരിക്കുകയായിരുന്നു. അതായത് ഇതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താണെന്നറിയാമോ? കേരളത്തിൽ പൊതുവേ നമുക്കിവിടെ പുറമേക്ക് നമ്മൾ നോക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, BJP ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, നിരവധി പാർട്ടികൾ. ഇപ്പോൾ CPM ഉണ്ട്, CPI ഉണ്ട്, RSP ഉണ്ട്. ഇത് അവരുടെയൊക്കെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് കമ്മ്യൂണിസവും മാർക്സിസവും ലെനിനിസവും സ്റ്റാലിനിസവും ഒക്കെയാണ്. അങ്ങനെയുള്ള പാർട്ടികളുണ്ട്. ഇങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട്. ജനതാദളിൻ്റെ തന്നെ വിവിധ A തൊട്ട് Z വരെയൊക്കെ ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ടോ ആ ആൽഫബറ്റ്സിലെല്ലാം ജനതാദളിലുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. ഇപ്പുറത്ത് UDFിലോ ഭരണകക്ഷിയിലോ ലീഗ് ഒഴിച്ച് ഷിബു ബേബിജിയുടെ പാർട്ടി, RSP, പിന്നെ CMP ഇവരൊക്കെ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റുകാരാണ്. അല്ല, അതായിക്കോട്ടെ. പക്ഷെ കേരളത്തിലെ മൊത്തത്തിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസം എന്ന വൈറസ് കടന്നു കയറിയിരിക്കുകയാണ്. നമുക്കറിയാം, കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം നമ്മൾ പറയും, കമ്പ്യൂട്ടറിനെ നമ്മുടെ കമ്പ്യൂട്ടറിനെ ബാധിക്കുന്ന ഒരു രോഗം വൈറസ് കയറി എന്ന് നമ്മൾ പറയും. വൈറസ് കയറിയാൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും മറ്റ് സോഫ്റ്റ്വെയറുകളെയെല്ലാം അത് താറുമാറാക്കും, അതിൻ്റെ പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കും. നമ്മൾ കൊടുക്കുന്ന കമാൻഡിന് വിരുദ്ധമായ രീതിയിൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കും. അപ്പോൾ അത് ഈ വൈറസ് എന്ന് പറയുന്ന ഒരു ആൻറ്റി സോഫ്റ്റ്വെയറാണ്, അത് ഒരു പ്രോഗ്രാമാണ്. അതുപോലെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കടന്നുകൂടിയിരിക്കുന്ന ഒരു വൈറസാണ് കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസം. അതിൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ. ഈ വൈറസിനെയാണ് ഓഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ വെച്ച് പറഞ്ഞത് ദിമാഗി നക്സൽ. അതെ, വളരെ ശരിയാണ്. അല്ല, അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പിന്നെ അന്ന് ഈ സ്വാതന്ത്ര്യം കിട്ടി ഗാന്ധി, നെഹ്റു തുടങ്ങിയവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടൊരു പ്രകടനം നടത്തുന്നു ആലപ്പുഴ പട്ടണത്തിലൂടെ. അപ്പോൾ അത് വർഗീസ് വൈദ്യൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്. ആലപ്പുഴയിലൊരു പ്രമുഖ നേതാവായിരുന്നല്ലോ വർഗീസ് വൈദ്യൻ. ആ വർഗീസ് വൈദ്യൻ എഴുതുന്നത്, അദ്ദേഹം പറയുന്നത്,
അത് കണ്ടുകൊണ്ട് നിന്ന ഒരു സാധാരണക്കാരൻ, ഏതോ ഒരു കൂലിപ്പണിക്കാരൻ എന്തോ ആണ്, അയാൾ വന്നിട്ട് ഈ പ്രകടനം നടത്തിയ ആൾക്കാരുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിരുന്നില്ല. ആ സ്വാതന്ത്ര്യത്തെ അവർ മാനിച്ചിരുന്നില്ല. എപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരം വെളുത്തത്? നമ്മുടെ പ്രൊഫസർ എം.എൻ. കാരശ്ശേരിയൊക്കെ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ക്രൂഷ്ചേവ് റഷ്യയിൽ നിന്ന് വന്ന് നെഹ്റുവിനെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കമ്മ്യൂണിസം എന്ന വൈറസ് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെ ബാധിച്ചിരിക്കുന്നതാണ്. നെഹ്റുവിനെ കെട്ടിപ്പിടിക്കാം. ഇപ്പൊ കേരളത്തിലെ ചെറുമകന്റെ മകന് പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. അല്ല, ഈ ചെറുമകന്റെ മകന് പിണറായി വിജയൻ മാത്രമല്ല, മറ്റുള്ളവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത് ഇപ്പോൾ ഗുരുതരമായ കുറ്റമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച്. ഇരിക്കട്ടെ. ഇപ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ, BJPക്കാരെ ഒക്കെ എടുത്ത് ഇവരിലെല്ലാം ഈ കമ്മ്യൂണിസം കടന്നുകൂടിയിരിക്കുകയാണ്. അതാണ് ഇവർ ഈ ഒരുതരം അരാജകവാദം പറയുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിയമം അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഞങ്ങളിത് അനുസരിക്കില്ല, ഇത് കേരളമാണ് കേട്ടോ എന്നൊക്കെ പറയുന്ന ഈ വീരവാദം മുഴക്കൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ രാജേഷ് ജി, നമ്മൾ ഒരു രാജ്യത്തൊരു നിയമമുണ്ട്. ഞങ്ങൾ ഇവിടെ ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഈ ഭരണഘടനയ്ക്ക് നിങ്ങൾ അല്പമെങ്കിലും മാന്യത, ബഹുമാനം ഒക്കെ നൽകുന്നുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ 1947 ആഗസ്റ്റ് 15 നടന്ന ആ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു പ്രകടനത്തിന്, സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് വിരുദ്ധമായ ഒരു പ്രകടനം നിങ്ങൾ നടത്തുമായിരുന്നു. അന്ന് തുടങ്ങി ഇങ്ങോട്ടുള്ള ചരിത്രം നമ്മൾ നോക്കൂ. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് എന്ന് പറയുന്നതിനെ നിങ്ങൾ എന്നാ അംഗീകരിച്ചത്? ഇനി 1956 ശേഷം ഈ പറയുന്ന ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഞങ്ങൾ കോൺഗ്രസ്സിനെതിരായ, കോൺഗ്രസിൻ്റെ നയങ്ങൾക്കെതിരായ ശക്തമായ നിലപാടെടുത്തിരുന്ന EMSനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നാണ്. നോക്കൂ, ഒരു ഭരിക്കാൻ വരുന്ന ഒരു സർക്കാരിന് എങ്ങനെയാണ് സമരം ചെയ്യാൻ കഴിയുക? അത് ആ EMSന്റെ കാലത്ത് തുടങ്ങിയ അതേ വിഡ്ഢിത്തമാണ് ഇപ്പോഴും പിണറായി സർക്കാർ. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തു. എവിടെ? ഡൽഹിയിൽ പോയിട്ട് സമരം ചെയ്തു, ഇവിടെ റിസർവ് ബാങ്കിന്റെ മുമ്പിൽ സമരം ചെയ്തു. എന്തിനാണ്? കേരളവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ, ബില്ലുകൾ പാസ്സാക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുക. വെറും ചീപ്പ് രാഷ്ട്രീയം, വൃത്തികെട്ട രാഷ്ട്രീയം. നമ്മളുമായിട്ട് ഒരു തരത്തിലും നമുക്ക് നേരിടേണ്ടി വരാത്ത, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാത്ത ഒരു വിഷയത്തെ ചൊല്ലി സമരം ചെയ്യുക. എന്നിട്ട് കൂടുതൽ കടം വാങ്ങിക്കാൻ അനുവാദം നൽകണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുക. ഇത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല രാജേന്ദ്ര അർലേക്കർ എന്ന് പലതവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ 10 വർഷം പിണറായി വിജയന് ഗവർണർമാരോട് ഏറ്റുമുട്ടാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ കൈക്കൂടെന്നാണ്. അതാണ് ഇവിടുത്തെ വിഷയം. അതായത് ഈ പിണറായി വിജയൻ സർക്കാർ 10 വർഷം ഈ ഗവർണർമാരുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാക്കി. ആരിഫ് മുഹമ്മദ് ഖാനും അതിനു മുമ്പ് ജസ്റ്റിസ് സദാശിവം വന്നു. പക്ഷേ സദാശിവം സൈലൻ്റ് ആയിരുന്നു. പുള്ളി ഒരു വിവാദങ്ങൾക്കും പോയില്ല. പുള്ളി അങ്ങ് സൈലൻ്റായിട്ട് കടന്നുപോയി, പ്രതികരിക്കില്ല. അതേസമയം ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ത്യൻ ഭരണഘടന എന്താണെന്നും ഇന്ത്യയിലെ നിയമം എന്താണെന്നും ഒക്കെ നന്നായിട്ട് അറിയാം. നിയമവാഴ്ചയെക്കുറിച്ച് നല്ല ബോധമുള്ള മനുഷ്യനാണ്, നല്ല അറിവുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിയമം വിട്ടൊരു കാര്യവും ചെയ്യാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. അദ്ദേഹം ചെയ്യത്തുമില്ല, മറ്റുള്ളവരെ അനുവദിക്കത്തുമില്ല. അപ്പോൾ അവിടം തുടങ്ങി പിണറായി സർക്കാർ കൊമ്പ് കോർക്കാൻ തുടങ്ങിയതാണ് ഗവർണറെ. എന്നാൽ ഒരു കേന്ദ്രവുമായിട്ടൊരു അന്തർധാര വളരെ സജീവമായിട്ട് നിലനിർത്തി എന്ന ആക്ഷേപവും പിണറായി സർക്കാർ നേരിട്ടു, അല്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എവിടെ പോയി? അങ്ങനെ ലാവ്ലിൻ കേസ് 38 or 39 തവണ സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചു. പ്രതികാര ബുദ്ധിയുള്ള നരേന്ദ്രമോദിയാണ് കേന്ദ്രം ഭരിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്നേ കുത്തിപ്പൊക്കാമായിരുന്നു. അല്ല, എന്നേ ഇതിനൊരു അവസാനം ഉണ്ടാക്കാമായിരുന്നു. അതിന്റെ ആവശ്യമില്ല. അല്ല, ഞാൻ പറയുന്നത് അതവിടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ പിണറായി സർക്കാർ
ഈ പിള്ളേരെയൊക്കെ ഇളക്കി വിട്ടു. ഒരു വശത്ത് ഗവർണറെ കാണുമ്പം കെട്ടിപ്പിടിക്കും, വലിയ സൗഹൃദം, വലിയ സ്നേഹമൊക്കെ അഭിനയിക്കും. മറുവശത്ത് SFIക്കാരെ ഇളക്കി വിട്ട് ഗവർണറെ തന്തയ്ക്ക് വിളിപ്പിക്കും. അപ്പോൾ പിണറായി സർക്കാർ ഗവർണറെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ എന്ത് വിളിക്കണം? ഇതാണ് VD സർക്കാരിന്റെ പ്രശ്നം. തന്തയ്ക്ക് വിളിക്കണം അല്ല, അങ്ങനെയാണ് ലീഗ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ലീഗ് പിണങ്ങും. അല്ല, ലീഗിനെ ഭയക്കുന്ന സർക്കാർ, ലീഗ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മാത്രമല്ല, ലീഗിനെ ഭയക്കുന്ന UD സർക്കാർ. അത് ശരിയാണ്. പക്ഷെ ലീഗ് പറഞ്ഞു കൊടുത്തിരിക്കുന്ന മാത്രമല്ല, വേറെയും ഒരു പ്രശ്നമുണ്ട്. ഒരു വശത്ത് ലീഗ് ഇത് കുത്തിയിളക്കും, മറുവശത്തോ പ്രതിപക്ഷം ഇത് ചോദിക്കും, ഞങ്ങൾ ഗവർണറെ വരച്ചവരെ നിർത്തി, നിങ്ങളോ ഗവർണറുടെ മുമ്പിൽ തലയെക്കെട്ടഴിച്ച് അരയ്ക്ക് ചുറ്റി പഞ്ചപുച്ഛമടക്കി വായും പൊത്തി നിൽക്കുകയാണ് VD സതീശൻ എന്നേ പറയുള്ളൂ. അപ്പോൾ ഈ ചീത്തപ്പേര് കേൾക്കാതിരിക്കാനായിട്ടാണ് ഈ ഗിമ്മിക്കൊക്കെ കാണിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗവർണർ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയത് നിസ്സാരക്കാരനെ, സെക്രട്ടേറിയറ്റിലെ ഗുമസ്തനെ അല്ല വിളിച്ചു വരുത്തിയതാണോ? കേരളത്തിൻ്റെ DGP, ഈ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള IPSകാരുടെ IASകാരുടെയൊക്കെ നിയന്ത്രണം സത്യത്തിൽ ആരുടെ ഇല്ല? കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് അല്ലേ? കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇവിടെ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഈ IASകാരുടെയും IPSകാരുടെയും ട്രാൻസ്ഫറിൽ പോലും കേന്ദ്ര സർക്കാരിന് കൈകടത്താൻ പറ്റും, അതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട്, അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായ രാഷ്ട്രപതി നിയോഗിച്ചിരിക്കുന്ന ഗവർണർക്ക് അധികാരമില്ലേ? ഒരു സാമാന്യ യുക്തിയുണ്ട്. ഞാൻ വേറെ വലിയ ഭരണഘടനാ തത്വങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് എൻ്റെത്. നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളെ, ഒരു ഉദ്യോഗസ്ഥനെ, അതും സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്താൻ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്താൻ, ഇവിടെ ഒരു സംഭവം നടക്കുമ്പോൾ നേരെ ഏതെങ്കിലും ഒരു മന്ത്രിയെ വിളിച്ചല്ല വിശദീകരണം ചോദിക്കേണ്ടത്. അതിലെ കൺസേൺഡ് ഉദ്യോഗസ്ഥനെയാണ്, സൈനിങ് അതോറിറ്റിയാണ്. ഉദ്യോഗസ്ഥനെയാണ്, മന്ത്രിയല്ല, ഉദ്യോഗസ്ഥരാണ്. അവരെയാണ് വിളിച്ചു വരുത്തി വിശദീകരണം ചോദിക്കേണ്ടത്. അതാണ് ഗവർണർ ചെയ്തത്. എന്താണ് ഒരു സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ, അദ്ദേഹം വിളിച്ചു വരുത്തിയത് ഗവർണർ എന്നുള്ള അധികാരം മാത്രം വെച്ചല്ല, സർവകലാശാലയുടെ ചാൻസലറാണ്. ആ ചാൻസലർക്ക് തീർച്ചയായിട്ടും DGPയോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഗവർണർ ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ടല്ലേ? അദ്ദേഹം ഇപ്പോൾ പല ചാനലുകളും വന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. ഓണമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സൂത്രത്തിൽ, ഏഷ്യാനെറ്റൊക്കെ സൂത്രത്തിൽ ഈ ഓണപ്പരിപാടി എന്നുള്ള ഇടയിൽ കൂടെ മറ്റതും തിരികെ, പക്ഷെ ഗവർണർ വളരെ കൃത്യമായി അടിവരയിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അധികാര പരിധി ലംഘിച്ചിട്ടില്ല, എനിക്ക് അധികാരമുള്ളത് മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഗവർണർ എന്ന് പറയുന്നത്, ഗവർണർ പോസ്റ്റിൻ്റെ മഹത്വം ഇന്നതാണ്, ആ ഗവർണറിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ ഇന്നതാണ്. അത് വർദ്ധിക്കട്ടെ. ഗവർണർക്ക് പറയേണ്ടി വന്നു ആ പ്രതികളെ സിസ തോമസ് എന്ന VC അപമാനിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന്. ഗവർണർ പറഞ്ഞതിന് ശേഷമാണ് 4 SFIക്കാരെ അറസ്റ്റ് ചെയ്യുന്നത്. അതുവരെ സർക്കാർ മിണ്ടിയില്ല. ഒരു കാര്യം ഓർക്കണം, അവരൊരു VC അല്ല, അവരൊരു സാങ്കേതിക വിദഗ്ധ അല്ല, അധ്യാപിക അല്ല, പോട്ടെ. സിസ തോമസ് എന്നൊരു സ്ത്രീ, ഒരു വനിതയുടെ ശവമടക്കാണ് അവിടെ ആ കുട്ടികൾ നടത്തിയത്. ശവമടക്കുന്ന പ്രതീകാത്മകമായി ശവമഞ്ചം കൊണ്ടുവയ്ക്കുന്നു, അലറി വിളിക്കുന്നു, പൊട്ടിക്കരയുന്നു, നിലവിളിക്കുന്നു, നിലവിളിക്കുന്നു. എന്നിട്ട് അതും ചുമന്ന് വല ചുറ്റത്. എന്നിട്ട് അവസാനം അക്കടി പറ്റി പിടിയിലായി, കൊരങ്ങൻ ആപ്പൂരി അതുപോലെ വാലടക്കായപ്പോൾ പറഞ്ഞ, ഞങ്ങൾ കോളേജിലെ ലൈറ്റ് ഇല്ലാത്തതിനെ കുറിച്ച് ലൈറ്റ് മരിച്ചു എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ ശവമഞ്ച ലൈറ്റിന്റെ ശവമഞ്ചം. പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രൊഫസർ സരസ്വതി ടീച്ചറിന്റെ കാര്യത്തിൽ ചെയ്തത് എന്താണ്? ഇനി മഹാരാജാസിലെ പ്രിൻസിപ്പള് കസേരയോട് ചെയ്തത് എന്താണ്? മറ്റേ വിജയകുമാരി ടീച്ചറിനോട് അവരെ ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും അനുവദിക്കാതെ. ഭരണപക്ഷത്തായിരുന്നപ്പോഴാണ്, അപ്പോൾ പ്രശ്നമില്ല, അതൊന്നൊരു വിഷയം. പക്ഷേ ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച ലൈറ്റ് പോയി, കോളേജിൽ ലൈറ്റ് ഇല്ലത്രേ. ലൈറ്റ് ഇല്ലാത്തപ്പോൾ ഞങ്ങൾ ലൈറ്റിന് പ്രതീകാത്മക ഒരു മനുഷ്യനെ, ഇത് KCB ലൈൻമാൻ്റെ പ്രതീകാത്മക. അല്ലാതെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ ഒരു പ്രശ്നമുണ്ട്. ഇവരെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റുകാരാവും. കാരണം കമ്മ്യൂണിസ്റ്റ് ആയാലേ പുരോഗമനം വരുള്ളൂ, ഇല്ലെങ്കിൽ അധോഗമനമായി പോകും. കമ്മ്യൂണിസം ഇല്ലാത്ത കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും വലിയ അധോഗമനത്തിലാണ്, അധപ്പതനത്തിലാണ്. ഇപ്പോൾ ബംഗാൾ വീണ്ടും അധപ്പതിച്ചു. 34 കൊല്ലം ഇവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബംഗാൾ സമൃദ്ധമായിരുന്നു, ഐശ്വര്യ സമൃദ്ധമായിരുന്നു, വലിയ പുരോഗതിയായിരുന്നു. ബംഗാളിൽ ബുള്ളറ്റ് ട്രെയിൻ വരെ ഉണ്ടായിരുന്നു. ബംഗാൾ സ്വർഗമായിരുന്നു. എല്ലാം തുരുമ്പെടുത്തു പോയി. ഇപ്പോൾ
ഇവർ പോയപ്പോൾ, കമ്മ്യൂണിസ്റ്റുകാർ പോയപ്പോൾ എല്ലാം നശിച്ചു. ബംഗാൾ 15 കൊല്ലം കൊണ്ട് 15 കൊല്ലം കൊണ്ട് മമത എല്ലാം നശിപ്പിച്ചു. ഇപ്പോൾ അതാ BJP വന്ന് ഇത് കാളവണ്ടി യുഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് ഇങ്ങനൊരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തുടക്കത്തിൽ, കേരളത്തിലെ കോൺഗ്രസ്സുകാരനും കേരളത്തിലെ BJP-കാരനും ഈ ചിന്തയുണ്ട്. കേരളത്തിലെ BJP-കാരന് പോലും ഈ ചിന്തയുണ്ട്. അതായത് സോഷ്യലിസം, കമ്മ്യൂണിസം, മാർക്സിസം ഇതൊക്കെ എന്തോ വലിയ കാര്യങ്ങളാണ്. ഇതില്ലെങ്കിൽ നമ്മൾ മോശം. ഇതൊരു തട്ടുപൊളിപ്പൻ സിദ്ധാന്തമാണ്, ഒരു പൊളിഞ്ഞ സാധനമാണ്. ലോകം മുഴുവൻ ഇതിനെ തിരസ്കരിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ കേരളത്തിലെ കൂപമണ്ഡൂകങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ. അതും ഇപ്പോൾ ഏതാണ്ട് അറ്റം പറ്റി നിലംപരിശായി അല്ലേ പക്ഷെ കേരളത്തിലെ മനുഷ്യർക്ക് ബോധമുണ്ട്. അതുകൊണ്ടാണ് അവർ പണി കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഇത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെയും BJP-കാരെയും രാഷ്ട്രീയമുള്ളവനെ ഇല്ലാത്തവനെ ഒക്കെ പിടിച്ചിരിക്കുന്ന ഒരു വൈറസാണ്. എന്താണ്? കമ്മ്യൂണിസ്റ്റ് ആയാലേ പുരോഗമന ചിന്താഗതിക്കാരനാണെന്ന് പറയുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളെന്തോ അധകൃതനാണെന്ന് കരുതും. അപ്പോൾ ഇവിടുത്തെ നോക്കൂ, ഇത് നമ്മുടെ ഈ കേരളത്തിലെ ജാതികളിൽ പോലും ഉണ്ട്. ഈ ബ്രാഹ്മണർ തുടങ്ങി ഇങ്ങോട്ട് എല്ലാ വിഭാഗം ജാതിക്കാരിലും അവൻ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്ത, അവൻ സംഭവം കോൺഗ്രസ്സിലാണെങ്കിലും അവനൊരു സോഷ്യലിസ്റ്റ് സ്വഭാവമുണ്ട്. അതിന് മേമ്പൊടിയായിട്ട് ഈ നെഹ്റുവിയൻ സോഷ്യലിസവും കൂടെ കൊണ്ട് ഇനി എന്തായാലും 5 കൊല്ലം അവധിയാണല്ലോ. 5 കൊല്ലം ഈ കമ്മ്യൂണിസത്തിനൊക്കെ അവധി വിശ്രമവേളയാണ്. അത് കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നാണ് അവർ പറയുന്നത്, എന്നാണ് അവരുടെ പ്രതീക്ഷ. കേരളത്തിലെ ജനങ്ങൾക്ക് അവർ ഭാഗ്യം ചെയ്തവരാണ്, വരും തലമുറകൾ ഭാഗ്യം ചെയ്തവരാണെങ്കിൽ ഇതോടുകൂടി ഈ സാധനത്തിൻ്റെ അന്ത്യം കുറിക്കും. അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഇപ്പോൾ ഇവിടെ ഗവർണറുടെ കാര്യത്തിൽ, ഇപ്പോൾ ഗവർണറെ എതിർക്കാൻ മറ്റവരെക്കാൾ ഞങ്ങൾ ഒട്ടും മോശക്കാരല്ല. ആരാ? CPM-നേക്കാൾ ഞങ്ങൾ ഒട്ടും മോശക്കാരല്ല. ഞങ്ങൾ മാത്രമല്ല, ഇത് സംഘി ഗവർണറാണ്, മോദിയുടെ ഗവർണറാണ്. ഈ ഗവർണർ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയോഗിച്ച ഗവർണർ. വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം, അദ്ദേഹവും ഈ പറയുന്ന പോലെ ഒരു വളരെ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വരുന്നയാളാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്നു വന്ന് BJP, RSS പോലെയുള്ള പ്രസ്ഥാനങ്ങൾ മുമ്പ് നിയമസഭാ സ്പീക്കർ ആയതാണ് അയാളാണ്. തിരുവഞ്ചൂരിനെക്കാട്ടിയും VD സതീശനെക്കാട്ടിയും ഒക്കെ മുമ്പ്, കുഞ്ഞാലിക്കുട്ടിയേക്കാൾ മുമ്പ് മന്ത്രിയായതാണ്. അല്ല, അദ്ദേഹം അത് മാത്രമല്ല, അങ്ങനെ ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളിന് BJP അവസരം കൊടുക്കുന്നു എന്നും കൂടിയുണ്ട്. ഇവരൊക്കെ പറയുന്നത് എന്താണ്? BJP ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്, പിന്നെ ചാണക സംഘിയാണ് എന്നൊക്കെയല്ലേ പറയുന്നത്. അതേ BJP-കാർ, RSS-കാർ തന്നെയല്ലേ ഇതുപോലെ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളിനെ കൈപിടിച്ചുയർത്തി ഒരു പരമോന്നത പദവിയിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അത് രാഷ്ട്രപതി വരെ ആ പോസ്റ്റിൽ വരെ ഇരുത്തിയില്ലേ? ഇവരെത്ര പേരെ ഇരുത്തി? കോൺഗ്രസ്സിന് എത്ര വർഷം എടുക്കേണ്ടി വന്നു KR നാരായണൻ എന്ന മനുഷ്യനെ ആ പോസ്റ്റിൽ എത്തിക്കാൻ അല്ലേ? അന്ന് കേരളത്തിൽ നിന്നൊരു, അതും പറഞ്ഞതാരാ? BJP-കാരാണ് പേര് നിർദ്ദേശിച്ചത്. അന്ന് BJP-കാരാണ് ഈ പേര്, KR നാരായണൻ്റെ പേര് പറയുന്നത്. ഇതാ നമുക്ക് മലയാളിയായ ഇങ്ങനെ ഒരാളുണ്ട്, ഇദ്ദേഹം ഈ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വരുന്നയാളാണ്, അതൊരു മാതൃകയാകും എന്ന് പറഞ്ഞ് KR നാരായണനെ മാത്രമല്ല അബ്ദുൽ കലാമിനെ പോലെ ഒരാളെ കൊണ്ടുവന്നത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക്. ഇതൊക്കെ ചെയ്തത് ഇവർ പറയുന്ന സംഘി ഫാസിസ്റ്റുകളാണ്. ഇവിടെ ഇപ്പോൾ ഒരു സംഘി ഫാസിസ്റ്റായ ഗവർണർ എന്ന ആക്ഷേപം അദ്ദേഹത്തിന് നേരെ ചൊരിഞ്ഞുകൊണ്ട് ഇടതുപക്ഷം എന്തൊക്കെ ചെയ്തോ അതിൻ്റെ ഒരു പടി കൂടെ മുകളിൽ നിൽക്കാനാണ് കോൺഗ്രസ്, VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിൻ്റെ ശ്രമം. ഒട്ടും കുറയ്ക്കരുതല്ലോ. നിങ്ങളെക്കാൾ മികച്ചവർ ഞങ്ങളാണ്. കാരണം എന്താ? ഈ RSS-നെതിരെ, BJP-ക്കെതിരെ, മോദിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ എന്ത് ചെയ്താലും അതിൽ തൃപ്തിപ്പെടുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് എന്ന് ഇവർ ധരിച്ചിരിക്കുക, അല്ലെങ്കിൽ അങ്ങനൊരു വിഭാഗത്തെ ഇവിടെ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. ആ വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പൊറാട്ട് നാടകം മുഴുവനും കാണിക്കുന്നത്. എങ്ങനെയാണോ സവർക്കർ ധീരദേശാഭിമാനിയായിരുന്ന സവർക്കറെ ആ തരത്തിൽ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ പിന്നെ ചിത്രീകരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അത് CPM-ഉം CPI-യും ഒക്കെ അങ്ങനെയായിരുന്നു. മഹാനായ വിപ്ലവകാരി എന്നാണ് EMS അടക്കമുള്ളവർ വിശേഷിപ്പിച്ചത്. ആ സവർക്കർ 2003 ശേഷം ഇവർക്ക് എന്തുകൊണ്ട് അനഭിമതരായി? എന്തുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അനഭിമതരായി? എന്തുകൊണ്ട് കോൺഗ്രസ്സിന് അനഭിമതനായി? ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് ഇറക്കുകയും ഒക്കെ ചെയ്ത് സവർക്കറെ പുകഴ്ത്തിയ ആളാണ്.
തീർച്ചയായിട്ടും ആ സവർക്കർ ഇന്നിപ്പോൾ ഇവർക്ക് വേണ്ടാത്തയാണ്. ഇത് തന്നെയാണ് ഗവർണറുടെ കാര്യത്തിൽ. ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്നു അതുപോലെ ഗവർണർ സംഘി ഗവർണറാണ്, സംഘി ഫാസിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ പിന്നെ പരമാവധി തേജോവധം ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ഞങ്ങളുടെ കടമയാണ്. ഇതാണ് ഇവിടുത്തെ ഇടതനും വലതനും ചിന്തിക്കുന്നത്. അതിലവർ മത്സരമാണ്. ഇടതനേക്കാൾ കൂടുതൽ ചെയ്തത് ഞങ്ങളാണ്. സംഘി ഫാസിസ്റ്റ് ഗവർണറെ പരമാവധി തേജോവധം ചെയ്ത് ഇവിടുന്ന് ഓടിച്ചത് ഞങ്ങളാണ്. പക്ഷെ പോയാൽ ഈ കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും എന്ന് പറഞ്ഞ പോലെ ആരിഫ് മുഹമ്മദ് ഖാൻ പോയപ്പോൾ രാജേന്ദ്ര ആർലേക്കർ വന്നു. ആർലേക്കർ പോയാൽ വരുന്നത് ഇതിനേക്കാൾ വലിയൊരു ആർലേക്കർ ആയിരിക്കും. അടിമുടി പിന്നെ എന്താ പറയുക, വേണേ RSSൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് ലോക് ഭവനിൽ താമസിക്കുന്ന ഒരു ഗവർണറായിരിക്കും ചിലപ്പോൾ ഇനി അടുത്ത വരാൻ പോകുന്നത്. ഇവരെന്ത് ചെയ്യും? അപ്പോൾ ഇതൊക്കെ ഈ കപട നാടകങ്ങളാണ് ഇവിടെ നടക്കുന്നത്, കപട നാടകങ്ങൾ. ഗവർണർ ചുട്ട മറുപടി കൊടുത്തു. കാരണം ഗവർണറുടെ ഒരു വരിയിലാണ് ഇരിക്കുന്നത് ഈ സർക്കാരിൻ്റെ നിലനിൽപ്പ്. ഏത് സർക്കാരിൻ്റെയും 356 എടുത്ത് പ്രയോഗിക്കാൻ ഗവർണർ ഒരു റിപ്പോർട്ട് കൊടുത്താൽ മതി. ക്രമസമാധാന നില തകർന്നിരിക്കുന്നു, ഈ സർക്കാർ ചെയ്യേണ്ടതൊന്നും ചെയ്യുന്നില്ല, ഇവർ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് അതിൻ്റെ തെളിവ് സഹിതം. അങ്ങനെ വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചില്ലേ? അപ്പോൾ ഗവർണർ അങ്ങനൊരു റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്താൽ, രാഷ്ട്രപതിക്ക് കൊടുത്താൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് VD സതീശൻ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. VD സതീശൻ മാത്രമല്ല, പിണറായി വിജയൻ അടക്കമുള്ള സകല രാഷ്ട്രീയ നേതാക്കളും അത് ഓർക്കുന്നത് വളരെ നല്ലതാണ്. പിരിച്ചുവിട്ടിട്ട് ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം. ജമ്മു കാശ്മീരിൽ പിരിച്ചുവിട്ടിട്ട് രാഷ്ട്രപതി ഭരണം, കാശ്മീരിലെയും ലഡാക്കിനെയും മാത്രം ചേർത്തുകൊണ്ടൊരു രാഷ്ട്രപതി ഭരണം നടന്നല്ലോ, നല്ല സുന്ദരമായിട്ട് നടന്നല്ലോ. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞല്ലോ ആ സമയത്ത്. അതിനുശേഷം അവിടെ തിരഞ്ഞെടുപ്പ് നടന്ന് ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശവും കാശ്മീരിനെ ജമ്മുവിനോട് ചേർത്ത് സംസ്ഥാനമാക്കി. പിന്നെ അവിടെ തിരഞ്ഞെടുപ്പ് നടത്തി സർക്കാരിനെ കൊണ്ടുവന്നല്ലോ. എന്ത് സംഭവിച്ചു? ആകാശം ഇടിഞ്ഞു വീഴുന്നു? ഒന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ കേന്ദ്രത്തിന് അതൊക്കെ ചെയ്യാം. ഇവർ പറയുന്നത് പോലെ മോദി ഒരു ഫാസിസ്റ്റ് ആയിരുന്നെങ്കിൽ എന്നേ ഇതൊക്കെ നടന്നേനെ. പക്ഷേ മോദി അങ്ങനത്തെ ഒരാളല്ല, ജനാധിപത്യ വിശ്വാസിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ സംഭവത്തിൽ കൂടെ തന്നെ സാധിക്കും. പക്ഷെ ഗവർണർ വളരെ കൃത്യമായിട്ട് തൻ്റെ അധികാരപരിധി എന്താണെന്നും അതിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞല്ലോ, ഇനിയും വിളിച്ചു വരുത്തും. എനിക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ, അത് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അവരെ വിളിച്ചു വരുത്തും. ഏത് ഉദ്യോഗസ്ഥനെയും വിളിച്ചു വരുത്തും. അത് തടയാൻ ഒരു സംസ്ഥാന സർക്കാരിനും കഴിയില്ല. പിന്നെ അവിടെ കിടന്ന് പ്രതിഷേധിച്ചോ, അത് നിങ്ങളുടെ പ്രതിഷേധം, നിങ്ങളുടെ സ്വാതന്ത്ര്യം, എനിക്കതിനകത്തൊന്നും ചെയ്യാനില്ല. അതുപോലെ എല്ലാ കാര്യം ഗവർണർ വളരെ കൃത്യമായിട്ട്, സർവകലാശാലയുടെ കാര്യത്തിൽ ഗവർണർ വളരെ കൃത്യമായിട്ടാണ് മറുപടി പറഞ്ഞത്. അതിനകത്തൊന്നും ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഒരു സർക്കാരിനെ ഒരു തരത്തിലും തേജോവധം ചെയ്യാനോ സർക്കാരിനെ പിന്നെ മോശക്കാരാക്കാനോ ഞാൻ ശ്രമിക്കില്ല. ആർക്കും എപ്പോഴും എന്നോട് വന്ന് കാണാം, ചർച്ച ചെയ്യാം, സംവദിക്കാം. ഞാൻ അതിന് കൃത്യമായ വിശദീകരണം കൊടുക്കാൻ തയ്യാറാണ്. എന്തിന് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യം മറുപടിയുണ്ട്. ഞാൻ മറുപടി പറയാം, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഒരു ഗവർണറുടെ ആത്മവിശ്വാസമാണ്. അപ്പോൾ ലോക് ഭവൻ്റെ വാതിലുകൾ മലർക്ക തുറന്നിട്ടിരിക്കുകയാണ്, ആർക്കും അവിടെ വരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ പറാട്ട് രാഷ്ട്രീയ നാടകമായിട്ട് അങ്ങോട്ട് ചെല്ലരുത്. ഇത് കേരളത്തിലെ ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് ഈ പ്രവൃത്തികളെല്ലാം. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ അതിനേക്കാൾ വലിയ ഇടതുപക്ഷമാകാൻ ശ്രമിച്ച് VD സതീശൻ സർക്കാർ നാണം കെടുകയേ ഉള്ളൂ.